നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ 95-ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ 886-ാമത്തെ നാമം മുതൽ 895-ാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് കാണാൻ പോകുന്നത്. അനന്തഹുത ബുദ്ഭോക്ത സുഗതോ നൈഗജോഗ്രജക അനിർവിണ്ണ സദാമർഷി ലോകാധിഷ്ഠാനമദ്ഭുതക. ഈ ശ്ലോകത്തിലെ നാമങ്ങൾ അനന്ത, ഹുതബുക്, ഭോക്ത, സുഖദ, നൈകജ, അഗ്രജ, അനിർവിണ്ണ, സദാമർഷി, ലോക അധിഷ്ഠാന, അദ്ഭുത എന്നിങ്ങനെ 10 നാമങ്ങളാണ്. ഇതിൽ ആദ്യത്തെ നാമമാണ് അനന്ത. അനന്ത എന്നാൽ ഒരു പരിധിയും ഇല്ലാതെ എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്നതിനെ അനന്ത എന്ന് പറയുന്നു. അത് മാത്രവുമല്ല, ഭഗവാന് ഒരു ജനന മരണത്തിൻ്റെ ഒരു പരിധി പോലും ഇല്ല. അത് മാത്രമല്ല, എവിടെയും എപ്പോഴും എങ്ങനെയും വരുവാൻ ഭഗവാന് സാധിക്കുന്നു. അതിനാൽ ഭഗവാൻ വിഷ്ണുവിന് അനന്ത എന്ന നാമധേയം. അടുത്ത നാമധേയം ഹുദ ഭുക് എന്നാണ്. ഹുദ എന്നാൽ നമ്മുടെ അഗ്നിയെ കുറിക്കുന്നു. ഏറ്റവും പരിശുദ്ധമായ ഒരു വലിയ ഒരു സ്വത്താണ് അഗ്നി. അതായത് നമ്മുടെ ഏതൊരു യജ്ഞമായാലും യാഗമായാലും ഏതൊരു പുണ്യകർമ്മമായാലും അഗ്നി ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ഭഗവാനിന് തുല്യമായി കരുതി അഗ്നിയിൽ നമ്മൾ എപ്പോഴും സാക്ഷിയാക്കിക്കൊണ്ടാണ് നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ ഈ അഗ്നിയെ ഭുക് എന്നാൽ ഭക്ഷിക്കുക എന്നർത്ഥം. അതായത് നമ്മൾ എന്തൊക്കെ കാരണങ്ങളാണോ നമ്മുടെ കയ്യിലുള്ളത് അത് ഏറ്റവും പരിശുദ്ധമായ നെയ്യിൻ്റെ രൂപത്തിൽ, അതല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും പദാർത്ഥത്തിൻ്റെ രൂപത്തിൽ നമ്മൾ അഗ്നിക്ക് സമർപ്പിക്കുന്നു. അഗ്നി എന്നാൽ ഭഗവാന് തുല്യമാണ്. അപ്പോൾ ആ സമർപ്പിച്ച ഒരു ഭക്തന്റെ പരമമായ ആ സമർപ്പണത്തെ ഭഗവാൻ പൂർണ്ണമായും അത് സ്വീകരിക്കുന്നു. അതിനാൽ ഭഗവാന് ഹുദഭുക് എന്ന നാമധേയം. അത് മാത്രവുമല്ല, ഒരു എങ്ങനെയാണോ ഒരു ദേവത ഭഗവാന് അഗ്നിയിൽ നിന്നും കിട്ടിയത്, അതുപോലെ സീതാദേവി ആ ഒരു യജ്ഞത്തിൻ്റെ അഗ്നിയുടെ ഹോത്രത്തിൽ നിന്നും ലഭിച്ച ഒരു മഹാശക്തിയാണ്. അതിനാൽ ആ ശക്തിയെ പൂർണ്ണമായി സ്വീകരിച്ചു ഭഗവാൻ നെഞ്ചിലേറ്റി നടക്കുന്നതിനാൽ ഭഗവാൻ ഹുദബുക് എന്ന നാമധേയം. അടുത്ത നാമധേയം ഭോക്ത എന്നാണ്. അതായത് നമ്മുടെ സൃഷ്ടികർമ്മങ്ങൾ മുഴുവനും, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവിധ വസ്തുക്കളെയും അവർ സുഖിക്കുന്നു. അതുമാത്രമല്ല, അവരുടെ വികാരങ്ങൾ, ചിന്തകൾ എല്ലാത്തിലും, ഈ ശരീരമാകട്ടെ മനസ്സാകട്ടെ ബുദ്ധിയാകട്ടെ എല്ലാ വിധത്തിലും അവർ പൂർണ്ണമായും മായയിൽ അടിമപ്പെടുന്നു. അങ്ങനെയുള്ള ആ കാഴ്ചപ്പാടുള്ളവരും അവർക്ക് ആ ഒരു അനുഭവങ്ങൾ ഉള്ളവരും അവർക്ക് ചിന്ത ഉള്ളവരും അതുപോലെ സ്വാർത്ഥതയുള്ളവരും അങ്ങനെ ഉള്ള എല്ലാവിധ സൃഷ്ടികളെയും ഭഗവാൻ സംരക്ഷിക്കുന്നു. അത് ഈ പരിപൂർണമായ പ്രപഞ്ചത്തിലെ പല നാമങ്ങളിൽ പല രൂപങ്ങളിൽ ഭഗവാൻ എടുത്ത ഓരോരോ അവതാരങ്ങളാണ് ഓരോ സൃഷ്ടിയും. അതിൽ ഭഗവാന്റെ അംശമുണ്ട്. അതിനാൽ ഭഗവാന് ഭോക്ത എന്ന നാമധേയം. അവരിലൂടെ ഭഗവാൻ ഈ വിധത്തിലുള്ള പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെയും സുഖിക്കുന്നു. അടുത്ത നാമധേയം സുഖത എന്നാണ്. അതായത് ഓരോ ഭക്തന്റെയും ഏറ്റവും പരമമായ ലക്ഷ്യം എന്നാൽ മോക്ഷമാണ്. ആ ഒരു പരമമായ ആനന്ദത്തെ കൊടുക്കാൻ ഭഗവാന് സാധിക്കുന്നു. അവർക്ക് കൊടുക്കുന്ന ആ സുഖത്തെ ഭഗവാൻ അനുഗ്രഹിക്കുന്നതാൽ ഭഗവാന് സുഖത എന്ന നാമധേയം. അതിന് മാത്രമല്ല, അവരുടെ ഓരോ വേദനകളും അവരുടെ ഓരോ വിധത്തിലുള്ള സങ്കടങ്ങളെയും മാറ്റിക്കൊടുത്ത് അവർക്ക് സുഖത്തെ പ്രദാനം ചെയ്യുന്നു ഭഗവാൻ. അടുത്ത നാമധേയം നൈകജ എന്നാണ്. ന ഏക ജ. ന എന്നാൽ ഇല്ലാത്തത് എന്നർത്ഥം. ഏക എന്നാൽ ഒരിക്കൽ എന്നർത്ഥം. ജ എന്നാൽ ജനിച്ചത് എന്നർത്ഥം. അപ്പോൾ നൈകജ എന്നാൽ ഒരിക്കൽ പോലും ജനിക്കാത്തതാരാണോ ആ ശക്തിയെ നൈകജ എന്ന് പറയുന്നു. അതായത് ഭഗവാൻ ഒരിക്കലല്ല ജനിക്കുന്നത്. ഭഗവാൻ
പല അവതാരങ്ങൾ എടുക്കുമ്പോൾ പല പ്രാവശ്യവും പല രൂപത്തിലും പല മനസ്സിലും പല ആത്മാവായും ഓരോരോ അവതാരങ്ങളിൽ ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കുകയും ആ ഒരു അവതാരത്തിൻ്റെ ഏതാണോ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് അതിനുശേഷം ആ അവതാരത്തിൽ നിന്നും അന്ത്യം കണ്ടെത്തി തിരിച്ച് വൈകുണ്ഠത്തിൽ എത്തുകയും ചെയ്യുന്നതിനാൽ ഭഗവാന് നൈഗജ എന്ന നാമധേയം. അടുത്ത നാമധേയം അഗ്രജ എന്നാണ്. അതായത് ഏറ്റവും ആദ്യമായി ഈ പ്രപഞ്ചത്തിന് മുന്നേ, സമയത്തിന് മുൻപേ ഉണ്ടായിരിക്കുന്ന ശക്തി ഭഗവാൻ ആയതിനാൽ ഭഗവാന് അഗ്രജ എന്ന നാമധേയം. അതായത് ഏറ്റവും പുരാതനമായ ഒന്നിനെ, അതായത് ഏതിൽ നിന്നാണോ എല്ലാം ഉണ്ടായത്, ഏതിൽ നിന്നാണോ എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്, ഏതിൽ നിന്നാണോ എല്ലാം ഈ പ്രപഞ്ചത്തിലേക്ക് വന്നത്, ആ ഒരു ശക്തിയെ അഗ്രജ എന്ന് പറയുന്നു. അടുത്ത നാമധേയം അനിർവിണ്ണ എന്നാണ്. അതായത് ഒരു തരത്തിലും നിരാശ ആർക്കാണോ അനുഭവപ്പെടാത്തത് അവരെ അനിർവിണ്ണ എന്ന് പറയുന്നു. അതായത് ഭഗവാന് പൂർണ്ണമായി എല്ലാം തികഞ്ഞ് ഇരിക്കുന്നു. ഇനി ഒരു കാര്യവും മനസ്സിന് ആഗ്രഹവുമില്ല, അതിനാൽ ഒരു വിധത്തിലുള്ള നിരാശയുമില്ല. ആശയുള്ളിടത്ത് മാത്രമേ നിരാശയുണ്ടാകൂ. ആശ പൂർണ്ണമായും ഇല്ലാത്ത ഭഗവാന് നിർവേദായും എന്ന് പറയുന്നു. അതുപോലെ തന്നെ അനിർവിണ്ണ എന്നാൽ ഒരിക്കലും ഒരു കാര്യവും വേണ്ടാത്ത ഒരു ശക്തി, അതായത് പൂർണ്ണമായി ഇരിക്കുന്ന ഭഗവാന്റെ ശക്തി, അതായത് ഒന്നും തന്നെ ഇനി നേടിയെടുക്കുവാനില്ല, അത്രയ്ക്ക് സഫലമായിരിക്കുന്ന ശക്തിയായതിനാൽ ഭഗവാൻ അനിർവിണ്ണ എന്ന നാമധേയം. അടുത്ത നാമധേയം സദാമർഷി എന്നാണ്. സദാ എന്നാൽ എപ്പോഴും എന്നർത്ഥം. മർഷി എന്നാൽ ഒരു കാര്യത്തിന് വേണ്ടി ആരെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ പൊറുക്കുക എന്ന ഒരു അർത്ഥം. അപ്പോൾ ഭഗവാൻ എപ്പോഴും കാരുണ്യമായും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കരുണ കൊണ്ടും അവരുടെ തെറ്റുകൾ മനസ്സിലാക്കുമ്പോൾ അത് ഇനി ആവർത്തിക്കാതിരിക്കുമ്പോൾ അവരെ പൂർണ്ണമായും അനുഗ്രഹിക്കുന്നതിനാൽ ഭഗവാന് സദാമർഷി എന്ന നാമധേയം. അടുത്ത നാമധേയം ലോക അധിഷ്ഠാനം എന്നാണ്. ലോക എന്നാൽ പ്രപഞ്ചം എന്നർത്ഥം. അധിഷ്ഠാനം എന്നാൽ ഓരോ പ്രപഞ്ചത്തിൻ്റെയും ആ ഒരു നില നിൽക്കുന്നതിന് ഏതാണോ ആവശ്യം അത് സാക്ഷാൽ ഭഗവാന്റെ ശക്തിയാണ്. അതിനാലാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. അത് തന്നെയാണ് ഒരു അവതാരത്തിൽ പ്രപഞ്ചത്തെ തന്നെ സമുദ്രത്തിൽ താഴ്ത്തിയപ്പോൾ ആ പ്രപഞ്ചത്തെ രക്ഷിക്കുവാൻ വേണ്ടി ഭഗവാൻ വരാഹ അവതാരം എടുത്തു വന്നത്. അതിനാൽ ഭഗവാന് ലോക അധിഷ്ഠാനം എന്ന നാമധേയം. ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് അദ്ഭുത എന്ന്. അതായത് ആശ്ചര്യപൂർണമായിട്ടുള്ള ഒരു ശക്തിയാണ് സാക്ഷാൽ ഭഗവാൻ. അത് ഗീത തന്നെ പറയുന്നു. ഏറ്റവും കൂടുതൽ അതിശയത്തെ കൊണ്ടുവരുന്ന ആ ഭഗവാനെ ഉപനിഷത്തുകളിലൂടെയും ഒരു ഗുരുവിൻ്റെ കൂടെയും, അത് മാത്രമല്ല ഏതൊരു ശിഷ്യനും അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതിനും അപ്പുറത്തായി നിൽക്കുന്ന ഒരു ജ്ഞാനവും മനസ്സും ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ അനുഭവിക്കാൻ സാധ്യമുള്ളൂ. അത്രയ്ക്ക് ഉള്ള വികാരത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധ്യമല്ലാത്തതിനാൽ അത് പലതരം പുസ്തകത്തിലായാലും പലതരം വേദത്തിലായാലും നമുക്ക് ഒരു പരിധിക്ക് മേലെ മനസ്സിലാക്കുവാൻ സാധ്യമില്ലാത്തതിനാൽ ഭഗവാന്റെ ആ ഒരു ശക്തി തന്നെ അത്ഭുതമാണ്. അതിനാൽ ഭഗവാന് അദ്ഭുത എന്ന നാമധേയം. അപ്പോൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ അനന്ത, ഹുതഭുക്ത, സുഗത, നൈഗജ, അഗ്രജ, അനിർവിണ്ണ, സദാമർഷി, ലോക അധിഷ്ഠാനം, അദ്ഭുത എന്നിങ്ങനെ 10 നാമങ്ങളാണ്. അനന്തോ ഹുതബുദ്ഭോക്ത സുഗതോ നൈഗതോ ഗ്രജക അനിർവിണ്ണ സദാമർഷി ലോകാധിഷ്ഠാനമദ്ഭുതഃ. ശ്രീഹരേ നമഃ, ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. താങ്ക് യു.